ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം? എല്ലാവരും സന്തോഷത്തിലും റാഹത്തിലൊക്കെ തന്നെയല്ലേ? അപ്പോൾ അതാ ഇന്ന് രാവിലെ പെരും മഴയാണ് കേട്ടോ. അതാ നമ്മളെ ഹിസുട്ടി മദ്രസക്ക് പോകാനൊക്കെ ഒരുങ്ങിങ്ങനെ റെഡി ആയി നിൽക്കാൻ കേട്ടോ. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത മഴ. അങ്ങനെ ഹിസുട്ടിനെ മദ്രസക്കാണ് പറഞ്ഞേച്ച് കഴിഞ്ഞ് ഹിസുട്ടിക്ക് മദ്രസ തുടങ്ങുമ്പം റിനുവിനും റിഫുവിനും മദ്രസ അങ്ങോട്ട് വിട്ടു കേട്ടോ. ഓൾക്ക് 6 മണിക്ക് തുടങ്ങൂലേ, 7 മദ്രസ വിട്ടിട്ട് പിന്നെ അവിടുന്ന് എവിടെയെങ്കിലൊക്കെ വണ്ടിക്ക് ആളെ കിട്ടുകയാണെങ്കിൽ ആളെയും കൊണ്ട് നേരെ പിന്നെ അങ്ങാടിക്ക് അങ്ങോട്ട് പോയാണ്ട് പിന്നെ വരല് സ്കൂൾ ട്രിപ്പൊക്കെ എടുക്കുന്ന സമയത്താണ് കേട്ടോ. സ്കൂൾ ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചായ കുടിച്ചാണ് കേട്ടോ പെരേക്ക് വരുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ ഹിസുവിനെ സ്കൂൾ ട്രിപ്പ് എടുക്കാനൊക്കെ ആയിട്ട് ഇതിലൊക്കെ പോവുകയും ചെയ്യും കേട്ടോ. ബാവട്ടി ഏരിയയിൽ തന്നെയാണ് കേട്ടോ അങ്ങാടിക്ക് പോവുക. അപ്പോൾ ആ വണ്ടിയിൽ ഓല് അങ്ങോട്ട് ചിലപ്പോൾ ഒക്കെ കയറി വരും, ചിലപ്പോൾ ഓൽക്ക് നേരെ പോകും. അങ്ങനെയൊക്കെ ഇക്കാരം കേട്ടോ. അപ്പോൾ ഓല് ഇന്ന് മഴക്കായപ്പം ബാവട്ടിൻ്റെ ഒപ്പം തന്നെ തിരിച്ചു വന്നു കേട്ടോ. അങ്ങനെ ചായക്കുടിയും പാത്രം മോറലൊക്കെ കഴിഞ്ഞ് ചോറ് ഞാൻ അവിടെ തീമട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഹിസുട്ടിക്ക് ഇനി നഴ്സറിക്ക് കൊണ്ടാണെങ്കിൽ ചോറ് വേണം. റിനുവിനും റിഫൂനും പിന്നെ എക്സാം ആയതുകൊണ്ട് ഓൽക്ക് ഉച്ചക്കാണല്ലോ പരീക്ഷ. അപ്പോൾ പിന്നെ ഓൽക്ക് പിന്നെ ചോറ് തിന്നാണ്ടാണ് കേട്ടോ ഓല് അങ്ങോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ അതിന് ചോറും കൂട്ടാനൊക്കെ ആയി കിട്ടണ്ടേ. അപ്പോൾ ഹിസുട്ടിക്ക് ഒരു 10 മണിയാകുമ്പോഴത്തേനൊക്കെ വണ്ടി വരുമ്പോഴത്തേനെ ഒക്കെ ചോറും കൂട്ടാനൊക്കെ റെഡിയാക്കി വെക്കും വേണം. അപ്പോൾ ഞാൻ ചോറങ്ങോട്ട് തീമട്ടാണ് വേഗം അടിച്ചു തരാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്നൊക്കെയാണ് കേട്ടോ. രാവിലെ തന്നെ വേഗം അകടിച്ചേരിടാൻ ഞാൻ ശരിയാവില്ല, ഞങ്ങളെ കുട്ടികളുള്ള പേരല്ലേ. അന്തി ആയിട്ടുണ്ടെങ്കിൽ എഴുതാനും വായിച്ചാനും കുത്തർക്കും. അതിൻ്റെ ഒപ്പത്തിന് തന്നെ കടലാസ് പെൻസിൽ കൂർപ്പിച്ചോണ്ടും പേപ്പർ അങ്ങോട്ട് പിച്ച് ചിന്തിച്ചോണ്ടും എഴുതിക്കൊണ്ടും ഇങ്ങനെയൊക്കെ ഇക്കാരിലെ ഒരു കാട്ടിക്കൂട്ടൽ. അന്തിക്ക് പിന്നെ ചൂലെടുത്താണ്ട് അടിച്ചേരിടാനൊന്നും നമ്മൾ ഒരുങ്ങൂല. നേരം വെളുക്കട്ടെ, എന്നിട്ട് വേണം ഇതേപോലെ ഒറ്റ അടിയാണ്ട് അടിച്ചേരിടും. പിന്നെ തുടക്കലൊക്കെ ആക്കും പോലെ തുടച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ലല്ലോ. അടിച്ചേരാണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ കുറേ വൃത്തിയാക്കാരം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ബെഡും ബെഡ്ഷീറ്റൊക്കെ നന്നാക്കി വൃത്തിയാക്കിയിട്ട് ബെഡ്ഷീറ്റ് ഒരു തല ഇവിടെ ആണെങ്കിൽ ഒരു തല അവിടെ ഈ കാരം തൊടിങ്കുപ്പായും അവിടെയും ഇവിടെയൊക്കെ വലിച്ചിട്ടിട്ടുണ്ടാവും. പിന്നെ ഓരോന്നുണ്ടാവും അവിടെയും ഇവിടെയൊക്കെ. ബെഡ്ഷീറ്റൊക്കെ നല്ല മട്ടം പോലെ ബെഡുമ്മലാണ് വിരിച്ചാണ്. പിന്നെ തിരുമ്പാളതൊക്കെ പാടെ പുറത്താണ് കൊണ്ടുപോയിട്ടാണ്ട് ഇതേപോലെ ഒന്നാണ്ട് അടിച്ചേരിട്ടിട്ടുണ്ടെങ്കിൽ അകം കാണാൻ തന്നെ ഒരു വൃത്തിയാക്കാരം. പിന്നെ തുടക്കൽ പിന്നെ ആക്കം പോലെ കഴിച്ചിട്ടുണ്ടെങ്കിലും അകം അടിച്ചേരി വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ വൃത്തിയായി കടന്നും ചെയ്തോളും. ഇപ്പം ആണെങ്കിൽ ഓരൊക്കെ പോയിട്ട് വേണമെങ്കിൽ ചണ്ടിഞ്ഞമ്മലൊക്കെ ആണെങ്കിൽ ഒന്നും കൂടിയൊക്കെ നല്ല വീസയാണ് പിന്നെ ഒന്ന് തുടച്ചിട്ടാലും മതിയല്ലോ. അങ്ങനെ അകടിച്ചേരി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പടവലങ്ങയും പരിപ്പും ഇന്നലത്തെ ബാക്കിയുണ്ടായിരുന്നു. കുറച്ച് പരിപ്പും കുറച്ച് പടവലങ്ങ ചെറിയൊരു പടവലങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുക്കർക്കാണ് ഇട്ട് കൊടുത്താണ് ഞാൻ വേവിച്ചാൽ വേണ്ടിയാണ് വെച്ചിന്. പിന്നെ ഇതാ ഞാൻ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് ഇവിടെ അരിഞ്ഞെടുത്തിട്ട് കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ ബീഫ് ഉണ്ടായിരുന്നു ഇപ്പം ഇന്നലത്തെ ബാക്കി. അപ്പോൾ ഇന്ന് കുറച്ച് പൊരിച്ചാണ്ട് അത് ഹിസുട്ടിക്കും കൊടുത്തേക്കാം, ഉരുളങ്ങും പൊരിച്ചാണ്ട് കൊടുത്തു കൂടെ. ബാക്കിയുള്ളതുകൊണ്ട് ബീഫോട് നമുക്ക് ആ റിനുവിനും റിഫുവിനും ഓൽക്കൊരു 12:30 ആകുമ്പോഴത്തേന് ബസ്സൊക്കെ വരും. അപ്പോഴത്തേന് പിന്നെ ബാവട്ടി എത്തിയിട്ടില്ലെങ്കിൽ ചോരക്ക് കൂട്ടാനൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം പിന്നെ ഞാൻ അതുകൊണ്ടൊരു കടായി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ അങ്ങോട്ട് തിന്ന് പോവുകയും ചെയ്തോളും. ബാക്കി നമുക്കൊന്നും നിന്നാന്നും വിചാരിച്ചങ്ങോട്ട് ഉണ്ടാക്കാൻ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. അപ്പോൾ ആ ബീഫൊക്കെ ഞാൻ എണ്ണയിലിട്ടൊന്ന് അങ്ങോട്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ ബീഫ് പൊരിച്ചത് കഴിഞ്ഞിട്ടാണ് കുറച്ച് ഉരുളങ്ങയും ഹിസുട്ടിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാനവിടെ മസാല തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ട് അതും കൂടി ഒന്നും പൊരിച്ചെടുത്താണ്ട് ഓളെ ചോറ്റും പാത്രത്തൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓള് പിന്നെ മദ്രസയിട്ട് വന്ന് ചായ കുടിച്ച് കഴിഞ്ഞ് കൂടിയും കഴിഞ്ഞാൽ പിന്നെ ഓള് ബാവട്ടിൻ്റെ ഒപ്പം പിന്നെ സ്കൂൾക്കാട് പോവുകയും ചെയ്തോളും. അങ്ങനെ ഒരു 9:15 ആയപ്പോഴത്തേന് പിന്നെ ഹിസുട്ടി മദ്രസയിട്ട് വന്ന് പിന്നെ ഇന്ന് ഞാൻ ചായക്ക് കടി ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇന്നലെ ബീഫ് ഉണ്ടായപ്പോൾ പിന്നെ പൊറോട്ട കൊടുന്നിട്ട് വൈകുന്നേരം രാവിലെ നമുക്ക് സൽക്കാരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ റിനു സൽക്കാരത്തിനൊന്നും പോകുന്നില്ലേനി കേട്ടോ. ഓരോ മദ്രസയിൽ പരിപാടിയൊക്കെ ആയപ്പോക്ക് പോരാൻ കഴിഞ്ഞില്ലേനി. അപ്പോൾ പിന്നെ വൈകുന്നേരം പൊറോട്ടയും കൊടുത്ത് പിന്നെ ബീഫും ഉണ്ടായിരുന്നില്ല. ഒക്കെ പാടെ കൂട്ടിയിട്ട് അങ്ങനെ രാത്രി അങ്ങനെ ഭക്ഷണം കഴിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ അത് ബാക്കി ഉണ്ടായപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് അത് പിന്നെ ചൂടാക്കിയിട്ട് പിന്നെ കുട്ടികൾക്കും ഞങ്ങളൊക്കെ പിന്നെ രാവിലെ അതാണ് കേട്ടോ തിന്നത്. അങ്ങനത്തെ ഞാൻ ഇറച്ചി പൊരിച്ചിരുന്നത് കടായിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഒരുങ്ങാൻ കേട്ടോ. കടായിക്കുള്ളതൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഞാൻ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ. ഇതൊന്നും എന്നോട് ആരും ചോദിച്ചും ചെയ്യല്. എൻ്റെ മട്ടത്തിനും ഭാഗത്തിനൊക്കെ അനുസരിച്ച് ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കലാണ് കേട്ടോ. അങ്ങനെ നമ്മളെ ഹിസുട്ടിൻ്റെ നഴ്സറിക്ക് പോകാനുള്ള കുളിച്ചലും മാറ്റലും യൂണിഫോമൊക്കെ ഇട്ട് ചോറും പാത്രത്തിൽ ചോറൊക്കെ ആക്കി ഇതാക്കിയിട്ടില്ലൊക്കെ ആക്കി കൊടുത്ത് ബാഗൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങോട്ട് പോകണം കേട്ടോ. ഇന്ന് എക്സാമാണ് കേട്ടോ സ്കൂളിൽ. അപ്പോൾ ബാവട്ടി പറഞ്ഞില്ലേ ബാവട്ടിൻ്റെ ട്രിപ്പ് തന്നെയാണ് സ്കൂൾ ട്രിപ്പൊക്കെ. പിന്നെ അതിൽ തന്നെയാണ് ഓളും പോവൽ. തോനെ ദൂരം ഒന്നുമില്ല കേട്ടോ. ഇവിടെ കുറച്ചവിടെ പോയിട്ടുണ്ട്. ഒരു 100-150 മീറ്റർ അകലത്തിലാണ് കേട്ടോ നഴ്സറി. അല്ലാതെ ഒരുപാട് ദൂരത്തൊന്നുമല്ല. അങ്ങനെ ചോറും ചാറും കൂട്ടാനായി തുടക്കലും തിരുമ്പലും ഒക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞാൽ അകത്തൊക്കെ കയറി റിനും റിഫൊക്കെ സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഒരുങ്ങാൻ കേട്ടോ. അപ്പോൾ അതാ ഓൽക്കുള്ള ചോറൊക്കെ ഞാൻ അങ്ങോട്ട് എടുത്തിട്ട് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ ഓല് തിന്നാണ്ട് അങ്ങോട്ട് ഓല് സ്കൂൾക്കാണ് പോയി ചെയ്തോളും, എക്സാം ആണല്ലോ. അപ്പോൾ 12:30 സമയമൊക്കെ ആയപ്പോഴത്തേന് നമ്മളെ റിഫുവിൻ്റെ വണ്ടി വന്നാണ്ട് റിഫു അങ്ങോട്ട് സ്കൂൾക്ക് പോയിട്ടോ. റിനു പിന്നെ അവിടെ വേറെ സ്കൂളിലാണ് കേട്ടോ. അപ്പോൾ അവിടെ ബസ് ഇങ്ങനെ കാത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഓളെ ബസ് വന്നിട്ടുണ്ടെങ്കിൽ ഓൾ അങ്ങോട്ട് പോയി ചെയ്തോളും.
അപ്പോൾ അതാ വൈകുന്നേരം ഒരു 4:30 മണിയൊക്കെ അയക്കണം കേട്ടോ. ഇന്നിപ്പം അയൽക്കൂട്ടമുള്ള ദിവസമായതുകൊണ്ട് അയൽക്കൂട്ടത്തിലുള്ള ആളുകളൊക്കെ നമ്മളെ പെരേക്ക് അങ്ങോട്ട് എത്തും ചെയ്യും. ഇപ്പോൾ ഓല് വന്നിട്ടുണ്ടെങ്കിൽ ഓരോ പൈസയും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്ത് ഓരോ ബുക്കിലൊക്കെ ആക്കി കൊടുത്ത് റെഡിയാക്കി കൊടുത്ത് അങ്ങോട്ട് ഓലെ അങ്ങോട്ട് വിടും വേണം. അപ്പോൾ ഇന്നിപ്പോൾ അതാണ് കേട്ടോ വൈകുന്നേരത്തെ പണി. നമുക്ക് അയൽക്കൂട്ടത്തിന് പിന്നെ ഒരു 10-15 ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അതാ ഓലിൻ്റെ അങ്ങേപ്പുറത്തൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ ബുക്കിലൊക്കെ ഞാനിങ്ങനെ പൈസ ഒക്കെ ഇങ്ങനെ എഴുതി കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്തിട്ട് വേണം ഓലൊക്കെ ഒന്ന് അങ്ങോട്ട് വിടാൻ. എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ഒന്ന് എഴുതി റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയത്. പുതിയ വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇതേപോലെയൊക്കെ നമ്മൾ നാടൻ മട്ടത്തിൽ ഇനിയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അസ്സലാമു അലൈക്കും.